ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒന്ന് നോമ്പിനായിട്ട് ഇറച്ചിയൊന്നും കിട്ടിയില്ല, അപ്പോൾ ഞങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ചാനലിൻ്റെ പേര് മാറ്റിയൊക്കെ നിങ്ങൾ അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവരോട് ഞാൻ പറയുകയാണ്, ഞങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇഷാൻ വ്ളോഗ് എന്നാട്ടോ. അപ്പോൾ മറക്കണ്ട. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ അരച്ച മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പം അപ്പോൾ ഗൈസ്, ഒരു സബോള അരിഞ്ഞതുണ്ട്, പിന്നെ കിഴങ്ങ്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇത്രയും സാധനങ്ങളാട്ടോ. ഇത് വഴറ്റാൻ പോവാണ്. അപ്പോൾ ഗൈസ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കുന്നത് ഇങ്ങനെ കേട്ടോ. നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ. ഉമ്മയാണ് ഉണ്ടാക്കുന്നത്, ഞാനാണ് പറയുന്നത്. ഉമ്മക്ക് സൗണ്ട് ഇല്ല, ചുമ ആയതുകൊണ്ട് അങ്ങനെ അധികം സൗണ്ടില്ല, അതാണ് ഞാൻ പറയാൻ വന്നത് കേട്ടോ. ഇനി ഗൈസ്, നമ്മൾ സബോളയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരു സബോളയാണ് ഇട്ടത്, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഉള്ളിൽ കുറച്ച് വഴണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 2 പച്ചമുളക്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മളിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഗൈസ്, ഇത് കുഞ്ഞി തക്കാളി ആട്ടോ, തോന പുളിൻ്റെ ആവശ്യമില്ല, അതാണ് ചെറിയ തക്കാളി എടുത്തത്. ഇനി ഗൈസ്, നമ്മൾ മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മല്ലിപ്പൊടി, മുട്ടക്കറി ആയതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി മതി കേട്ടോ. കുഞ്ഞി സ്പൂണ്, ഒരു ചെറിയൊരു സ്പൂണിനാട്ടോ നമ്മൾ ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. ഇത് വീട്ടിലുണ്ടാക്കിയതാട്ടോ, മഞ്ഞൾ ഉണക്കി പൊടിച്ചാണ് ഗൈസ്. മുഖ കണ്ണിലായിട്ട് എരിയാട്ടോ. ഇനി നമ്മൾ മുളക് പൊടിയാണ് ഇട്ടെടുക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടെടുക്കുക. 2 സ്പൂണാണ് കേട്ടോ ഞങ്ങൾ ഇട്ടെടുത്തത്. 2 സ്പൂണും പിന്നെ കുറച്ചുകൂടി, ഒരു ചെറിയൊരു സ്പൂണിന് 3 സ്പൂണും കണക്കാക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഗൈസ്, കുറച്ച് കുരുമുളക് പൊടിയാണ് നമ്മൾ ഇട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത്രയും വേണ്ട കേട്ടോ, കുറച്ച് മതി, ആവശ്യത്തിനുള്ളത് ഇട്ടാൽ മതി. നിങ്ങളൊരു പാത്രത്തിൽ എടുത്തേ ഉള്ളൂ കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഗൈസ്, ഇനി നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം പാകത്തുള്ള. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ മുട്ട ഇങ്ങനെ വരഞ്ഞിങ്ങനെ കൊടുക്കുകയാണ്. മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ വരട്ടെടുക്കുക, എന്നിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ഇതിൽ പിടിക്കുക. അപ്പം എത്ര
മുട്ടാനുള്ളത് അതൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് കറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ വരണിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേനോ, അതേമാതിരി ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ട് അരപ്പൊക്കെ പാരാനുണ്ട് കേട്ടോ. പത്തിരിക്കായതുകൊണ്ടാണ്. തേങ്ങ വറുത്തരച്ച് അവിടെ അവിടെ അപ്പോൾ ഗൈസ് ഇതിൽ അരപ്പിൽ ചെറിയുള്ളി ഉണ്ട്. ഒന്നുകൂടി പറയാം കേട്ടോ. തേങ്ങ, ജീരകം, ചെറിയുള്ളി, ചിക്കൻ മസാല, ഇതാണ് കേട്ടോ. ഞാൻ മറന്നുപോയി, അപ്പം ഒന്നുകൂടി കട്ടാക്കി പറഞ്ഞാണ്. ചെറിയുള്ളി കേട്ടോ. കൂടെ വറുത്ത് നമ്മൾ തേങ്ങ ഒഴിക്കുകയാണ് കേട്ടോ. വറുപ്പ് ഗൈസ് എത്രയാണ് കറി വേണ്ടത് അതിനനുസരിച്ചുള്ള പാകത്തുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഗൈസ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കട്ടിയാവും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കട്ടിയാവും. അപ്പോഴാണ് നമ്മൾ കറി റെഡിയാവുക. ഇനി നമുക്ക് വറവിടേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആദ്യം ചെയ്താണ്. ഇനി നമ്മൾ കറിവേപ്പിൻ്റെയും മല്ലിച്ചപ്പുമാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ടയൊക്കെ ഇടാം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ പട്ടേൻ്റെ ചോയ ഇഷ്ടമല്ല, അതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. ചിക്കൻ മസാല അതിന് പകരമാണ് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കേട്ടോ. ഒന്നിട്ട് ഇളക്കി കൊടുക്കുക. എങ്ങനെയുണ്ട് കറി? അടിപൊളിയല്ലേ? നമ്മളിതാ മൂടി വെക്കുക കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഒന്നും മറക്കേ ചെയ്യരുത്. ഞങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് അധികം വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പറയണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.